എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്തരിച്ച മലയാള സിനിമാ താരം ശ്രീ ശ്രീനിവാസന് ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ കോമഡി കഥാപാത്രങ്ങളായ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയും അവരുടെ ചില പഴയ ചരിത്രങ്ങളെക്കുറിച്ചും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കോൺട്രിബ്യൂഷൻസാണ് പ്രധാനമായുള്ളത്. ഒന്ന്, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒറ്റക്കെട്ടാക്കി തെരുവിൽ സമരത്തിന് ഇറക്കി. രണ്ടാമത്തേത്, മതങ്ങളെ മറ്റാർക്കും കഴിയാത്ത വിധം സൗഹാർദ്ദത്തിൽ ആക്കി. ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെ. 1958-59 ആണ് ഈ പുണ്യപ്രവൃത്തി അവർ ചെയ്തു തുടങ്ങിയത്. വിമർശകർ അതിനെ വിമോചന സമരം എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, മതങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇത് സാധിക്കുന്നത്? ആൻസർ ഈസ് വെരി സിമ്പിൾ: ഭരിച്ചു വെറുപ്പിക്കൽ. വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്ന് മതപ്രമാണിമാരെ ശത്രുക്കളാക്കി, ഭൂപരിഷ്കരണം കൊണ്ടുവന്ന് ജന്മിമാരെ ശത്രുക്കളാക്കി. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ സാധാരണ അവരെ ഇഷ്ടപ്പെടുകയാണല്ലോ വേണ്ടത്. കാരണം ആ രണ്ട് കൂട്ടരും കൂടിയാൽ ആകെ ജനസംഖ്യയിൽ 1% പോലും വരില്ല. അപ്പോൾ ജനങ്ങൾ വെറുത്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറേ ജന്മിമാർ വെറുത്തു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. 10-60% ജനങ്ങൾ മതം നോക്കാതെ എങ്ങനെ ഒരുമിച്ച് വെറുത്തു എന്നന്വേഷിക്കുമ്പോഴാണ് ഇവരുടെ വെറുപ്പിക്കലിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവുന്നത്. പോലീസായിരുന്നു ഇവരുടെ പ്രധാന വെറുപ്പിക്കൽ ഫോഴ്സ്. ഇവർ പാർട്ടി ഓഫീസിനെ പോലീസ് സ്റ്റേഷനാക്കി മാറ്റി. എന്നിട്ട് ആ ഏരിയ മുഴുവൻ പാർട്ടി സെക്രട്ടറി ഭരിച്ചു. പാർട്ടി അനുഭാവികൾക്ക് നീതി, പാർട്ടി അനുഭാവികളല്ലാത്തവർക്ക് മുഴുവൻ അനീതി. ഇതിനെയാണ് സെൽഭരണം എന്ന് പറഞ്ഞിരുന്നത്. സൽഭരണം വെറുത്ത ജനങ്ങൾക്കെല്ലാം മതം ഉണ്ടായിരുന്നു. അവരൊക്കെ മതവിശ്വാസികളായിരുന്നു. ഹിന്ദുക്കളിൽപ്പെട്ടവരുണ്ടായിരുന്നു, ഇസ്ലാമികൾപ്പെട്ടവരുണ്ടായിരുന്നു, മുസ്ലിങ്ങളിൽപ്പെട്ടവരുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ സെക്രട്ടറിമാരിൽ നിന്നും കേരളത്തെ വിമോചിപ്പിക്കാൻ ഒരു ഐക്യ മുന്നണിയായി അന്ന് രംഗത്തിറങ്ങി. ഈ മതസൗഹാർദ്ദത്തെയാണ് കമ്മ്യൂണിസ്റ്റുകൾ വിമോചന സമരം എന്ന് വിളിച്ചു വരുന്നത്. 1958-59 ഈ സമരം പൊടിച്ചുകൊണ്ടിരിക്കെ കമ്മ്യൂണിസ്റ്റുകൾ ആലോചിച്ചു, എങ്ങനെ ഈ ഐക്യം പൊളിക്കും, എങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഈ ഐക്യം തകർക്കും. EMSും അച്യുതമേനോനും ഗോവിന്ദൻ നായരും പിന്നെ മറ്റു മേനോന്മാരും ചേർന്നിരുന്ന് തലകുത്തി ചിന്തിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി കൂടുക എന്നാണ് ഇതിനെ സാങ്കേതികമായ ഭാഷയിൽ പറയുക. അവരങ്ങനെ കമ്മിറ്റി കൂടി. നടൻ ശ്രീനിവാസൻ്റെ വാക്ക് കടമെടുത്താൽ ക്രിയാത്മകമായി നടന്ന ആ ചർച്ചയിൽ നിന്നും അവർക്ക് ഒരു ഐഡിയ കിട്ടി. അന്ന് അവർക്ക് കിട്ടിയ ഐഡിയ എന്താണെന്നോ? ശബരിമല വിഷയം പരമാവധി കത്തിക്കുക. എന്താണ് അന്നും ഈ ശബരിമല? എന്താണ് ആ ശബരിമല വിഷയം? അതറിയാൻ നമുക്കൊരു ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. 1950 മെയ് മാസം 20 ശേഷം ശബരിമല ക്ഷേത്രത്തിൽ തീപിടിച്ചു. ആരും അറിഞ്ഞില്ല. കാരണം മാസാവസാനങ്ങളിൽ അവിടെ ആരും പോകാറില്ല. പിന്നെ അടുത്ത മാസം ജൂൺ 14 നട തുറക്കാനായി ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ 18 പടികളടങ്ങിയ കുത്തനെയുള്ള പടവുകളൊക്കെ കയറി മുകളിലെത്തിയത്. ഭയാനകമായ ഒരു കാഴ്ച കൺമുന്നിൽ കണ്ട അദ്ദേഹം ഞെട്ടിയുറച്ചു. ക്ഷേത്രത്തിൻ്റെ ഏകദേശം മുഴുവൻ ഭാഗവും കത്തി നശിച്ചിരിക്കുന്നു. ശാസ്താവിൻ്റെ വിഗ്രഹത്തിൻ്റെ തല വെട്ടിമാറ്റിയിരിക്കുന്നു. ഇടതുകൈ ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അയ്യപ്പൻ്റെ വിരലുകളും വെട്ടിമാറ്റിയിരുന്നു. അതൊക്കെ നിലത്ത് ചിതറിക്കിടക്കുന്നുണ്ട്. ആരാണിത് ചെയ്തത്? ആരും കണ്ടിട്ടില്ല. എങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ചിലരാണ് ഇതിന് പിന്നിലെന്ന് ആളുകൾ കരക്കമ്പി അടക്കം പറഞ്ഞു. അന്ന് കേരളമായിട്ടില്ല, 1950 തിരുക്കൊച്ചിയാണ്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CID ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ കേശവ മേനോനെ അന്നത്തെ സർക്കാർ ചുമതലപ്പെടുത്തി. എന്നാൽ ആ റിപ്പോർട്ട് അക്കാലത്ത് പുറത്തുവിട്ടില്ല. എന്നാൽ ഈ കേശവ മാമൻ്റെ റിപ്പോർട്ടിലുള്ള വിവരങ്ങൾ ലേശമല്ല നന്നായി ചോർന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഈ അഗ്നിമാത ആസൂത്രിതമായ അട്ടിമറിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. വിഗ്രഹത്തിൽ വെട്ടേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ചോർന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ചിലർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട് എന്നൊക്കെ അങ്ങനെയുള്ള ചോർച്ചകൾ. റിപ്പോർട്ടർ പോലുള്ള ചാനലുകൾ അന്നില്ലെങ്കിലും നാട് നശിപ്പിക്കാൻ അന്നത്തെ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ വിവാദങ്ങളുണ്ടായി. പക്ഷെ അതിൻ്റെ പേരിൽ തമ്മിൽ ചെല്ലാനോ അല്ലെങ്കിൽ മതം പറഞ്ഞ ആളുകളെ തമ്മിൽ തെറ്റിക്കാനോ ഒന്നും ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഈ എന്താ പറയുക, ബാബറി മസ്ജിദ് പൊളിഞ്ഞ കാലത്ത് എങ്ങനെയാണോ നമ്മുടെ നാട്ടിലെ മതവിശ്വാസികളൊക്കെ
സൗഹാർദ്ദത്തിൽ പോയത്. അതേപോലെ തന്നെ അന്നും അവർ പോയി. ഈർക്കിലി രൂപത്തിൽ ചില ഹിന്ദു സംഘടനകൾ അന്നുണ്ടായിരുന്നു. ഭരണകൂടം കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ അവർ ആരോപിച്ചിരുന്നെങ്കിലും ആര് ശ്രദ്ധിക്കുന്നു, അന്നത് അവിടെ തീർന്നു. ഈ വിഷയമാണ് വിമോചന സമരം പൊളിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ കുത്തിപ്പൊന്തിക്കാൻ ശ്രമിച്ചത്. ശബരിമല കത്തിച്ചത് ക്രിസ്ത്യാനികളാണെന്ന കരക്കമ്പി പ്രചരിപ്പിക്കപ്പെട്ടു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ അകലണം, അകന്നാൽ വിമോചന സമരം പൊളിയും. ആ ബുദ്ധിമാന്മാർ കണക്ക് കൂട്ടാൻ കാരണമുണ്ട്. അതൊരു വലിയ ബുദ്ധിയാണ്, എളിയ ബുദ്ധിയല്ല. വിമോചന സമരകാലത്ത് ഏറ്റവും ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചത് മന്നത്ത് പത്മനാഭൻ നയിക്കുന്ന നായർ ഹിന്ദുക്കളും ഫാദർ വടക്കൻ നയിക്കുന്ന ക്രിസ്ത്യാനികളുമായിരുന്നു. രണ്ട് കൂട്ടരും തമ്മിൽ തെറ്റിയാൽ ഐക്യവുമില്ല, സമരവുമില്ല, വിമോചനവുമില്ല. എന്നാൽ പുരോഗമനക്കാരുടെ ക്രൂരമായ അഭിലാഷത്തിന് വിരുദ്ധമായി അവരൊന്നും ഈ പ്രചരണത്തിൽ വീണില്ല. ഹിന്ദുക്കളും വീണില്ല, ക്രിസ്ത്യാനികളും വീണില്ല. തന്ത്രം ചീറ്റിപ്പോയി. അവർ ഒറ്റക്കെട്ടായി സമരം തുടർന്നു. ജനവിരുദ്ധ സർക്കാരിനെ മറിച്ചിടുക തന്നെ ചെയ്തു. വിമോചന സമരകാലത്ത് നെഹ്റു കേരളത്തിൽ വന്നു. പ്രതിഷേധത്തിൽ കലങ്ങി പറയുന്ന സംസ്ഥാനം കണ്ടപ്പോൾ നെഹ്റു ചോദിച്ചു, മിസ്റ്റർ EMS, താങ്കൾ എങ്ങനെയാണ് ഇത്രയ്ക്കും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങളെ വെറുപ്പിച്ചത്? നെഹ്റു മാത്രമല്ല, പല ആകാംക്ഷാഭരിതരായ മനുഷ്യരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് EMS കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളല്ലാത്ത എല്ലാ മനുഷ്യരെയും വെറുപ്പിച്ചത്? നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് തന്നെയായിരുന്നു പ്രധാന കാരണം. EMSൻ്റെ പോലീസ് തന്നെയായിരുന്നു. ശ്രീ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസിൻ്റെ പരാക്രമങ്ങൾ നമ്മൾ CCTV ദൃശ്യങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ വാർത്താവിനിമയ സൗകര്യങ്ങൾ പരിമിതമായ കാലത്ത് അവരുടെ അഴിഞ്ഞാട്ടം എന്തായിരുന്നു എന്നൊന്ന് ഊഹിച്ചാൽ അത് മതി. പാർട്ടി സെല്ലുകളാണ് ഗ്രാമങ്ങളും ബ്ലോക്കുകളും ഭരിച്ചിരുന്നത്. 1957 EMS സർക്കാരിന് കീഴിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാർ സർക്കിൾ ഇൻസ്പെക്ടറുടെ റോളിൽ വന്ന് ലോ ആൻഡ് ഓർഡർ കയ്യിലെടുത്തപ്പോൾ അതിനെ ജനങ്ങൾ വിളിച്ചത് പാർട്ടിയുടെ സെൽ ഭരണം എന്നായിരുന്നു. ഇന്ന് കോടതികൾ സമ്മൻസ് അയക്കുന്നത് പോലെ ഏരിയ സെക്രട്ടറിമാർ സമ്മൻസ് അയച്ച് പാർട്ടിയുടെ എതിരാളികളെ പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. നിയമസഭ രേഖകളിലുണ്ട്. നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ ഈ സമ്മൻസ് അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നവർക്ക് മാത്രം നീതി, പാർട്ടിക്കാരല്ലാത്തവർക്ക് മുഴുവൻ അനീതി. തൊഴിൽ സമരത്തിൽ പോലും പോയി ഇടപെട്ട് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന മുതലാളിമാർക്ക് വേണ്ടി തൊഴിലാളികളെ പോലീസുകാർ വെടിവെച്ച് കൊന്ന സംഭവം വരെ ഉണ്ടായി. കൊല്ലത്തെ ചന്ദനത്തോപ്പിലെ അണ്ടി ഫാക്ടറി, അവിടെ ഒരൊറ്റ യൂണിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം RSP എന്ന പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു. അവിടുത്തെ തൊഴിലാളികൾ സമരം നടത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പോലീസ് ആരെ കൂടെ നിൽക്കും? മുതലാളിമാരുടെ ഒപ്പം നിൽക്കും. കാരണം ആ യൂണിയൻ അവരുടേതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാകണം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എതിരെ നിൽക്കും. ചന്ദനത്തോപ്പ് വെടിവെപ്പ് എന്നും കുപ്രസിദ്ധമാണ്. അക്കാലത്ത് അത്യാവശ്യം വേരുകളുണ്ടായിരുന്ന RSP എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമോചന സമരത്തിൽ ചേർന്ന് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ്. ഇന്നിപ്പോൾ സമാന സാഹചര്യം വന്നിരിക്കുകയാണ്. എല്ലാ സമുദായങ്ങളും ലിബറലുകളും പുരോഗമനകാരികളും LDFനെതിരെ ഒന്നിച്ചിരിക്കുന്നു. ഈ സൗഹാർദ്ദം അംഗീകരിക്കാൻ അവരെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ സൗഹാർദ്ദം മുന്നോട്ട് പോയാൽ 30 സീറ്റ് പോലും അടുത്ത നിയമസഭയിൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് പലതരം പ്രചാരണങ്ങളും പുരോഗമന വായകളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഇന്ന് പലരും വിശ്വസിച്ചു പോരുന്ന പുരോഗമനത്തിൻ്റെ ചരിത്രമല്ല കമ്മ്യൂണിസ്റ്റുകളുടേത്. പ്രൊപ്പഗൻഡ മൂലം ഉണ്ടാക്കി വെച്ചതാണിത്. അധികാരമില്ലാതിരുന്ന ഒരു കാലത്ത് അവർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും പാവങ്ങൾക്ക് അവകാശബോധം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അധികാരം കിട്ടിയപ്പോൾ അവർ തനി സ്വഭാവം പുറത്തെടുത്തു. നിങ്ങൾ ഗതിയില്ലാത്തപ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്നതല്ല, നിങ്ങൾക്ക് ഗതിയുള്ളപ്പോൾ, ഒരു അധികാരമുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിൽ നിന്നാണ് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയുക. ഇങ്ങനത്തെ ഒരു അളവുകോൽ നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കണം. ഈ അളവുകോൽ കയ്യിലില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളൊക്കെ പാവങ്ങളെ രക്ഷിക്കാൻ നടക്കുന്നവരാണ് എന്ന് നമ്മൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ അടുത്ത് ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെ പറ്റിയുള്ള വിവാദം ഒന്ന് നോക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അവരുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമല്ലേ? അവർ അധികാരമില്ലാതെ ഗതിയില്ലാതിരിക്കുമ്പോൾ അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം, മനുഷ്യാവകാശങ്ങൾ വേണം, അധികാരമുള്ളപ്പോൾ വേണ്ട. ഇപ്പോൾ മാത്രമല്ല, എന്നും അങ്ങനെയായിരുന്നു. ഒരു മതാചാരം പോലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്തു വരുന്ന പലരും ഇത് വിശ്വസിക്കില്ല.
ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയല്ല, ഞങ്ങളുടെ പാർട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയല്ല, ഇതിലെന്തോ ഒരു തെറ്റുപറ്റിയതാണ് എന്നവർ പറയും. സത്യത്തിൽ അവർക്ക് ഭയങ്കര മറവിയുടെ അസുഖമുള്ളത് കൊണ്ടാണ്. ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകൾ ആദ്യമായി ചെയ്യുന്നതേ അല്ല. 1981 നായനാർ ഭരിക്കുമ്പോൾ ഇവർ കവി സച്ചിദാനന്ദനെ വിപ്ലവഗാനം പാടിയതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് സച്ചിദാനന്ദൻ? ആരാണ് സച്ചിദാനന്ദൻ? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായി ശ്രീ പിണറായി വിജയൻ നിയോഗിച്ച അതേ സച്ചിദാനന്ദൻ. പണ്ട് അദ്ദേഹം ഒരു നക്സൽ അനുഭാവിയായിരുന്നു, കവിയായിരുന്നു. എന്താണ് സച്ചിദാനന്ദൻ അന്ന് പാടിയ പാട്ട്? ഇൻ്റർനാഷണൽ സോങ് ഓഫ് പ്രോളിറ്റേറിയറ്റ്, അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ സാർവദേശീയ ഗാനം. ലോകത്തുള്ള എല്ലാ വിപ്ലവകാരികളും പാടുന്ന ഒരു പാട്ട്. അതാണ് സച്ചിദാനന്ദൻ പാടിയത്. അതിനാണ് ഈ അറസ്റ്റ് ചെയ്തത്. അല്ലെ രണ്ടു വരി വേണമെങ്കിൽ പാടാം. ഉണരുവിൻ പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ, ഉണരുവിൻ ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ, ഇടിമുഴക്കി അലറി നിൽപ്പു നീതി അന്ത്യശാസനം, പിറവി കൊള്ളുകയായി പിറവി കൊള്ളുകയായി, പുതിയ ലോകം ഒന്നിതാ പിറന്നു വീഴുകയായി. ഈ സംഭവത്തിൻ്റെ ചരിത്രം പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ ശ്രീ R.K. ബിജുരാജ് എഴുതിയിട്ടുണ്ട്. നക്സൽ ദിനങ്ങൾ എന്ന പുസ്തകമുണ്ട്. അതിൻ്റെ 291 പേജ് വായിച്ചാൽ ഭംഗിയായി നിങ്ങൾക്ക് മനസ്സിലാവും സച്ചിദാനന്ദനെ പാട്ടുപാടിയതിന് അറസ്റ്റ് ചെയ്ത കഥ. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന നാടകം ലോകപ്രശസ്ത സാഹിത്യകാരൻ കസാൻസാക്കിസിൻ്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി PM ആൻ്റണി എഴുതിയ നാടകമായിരുന്നു ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ്. അതിൻ്റെ ഒരു കഥ, ചെറിയ കഥ ഞാൻ പറയാം. പണ്ട് ക്രിസ്ത്യൻ സഭകൾക്ക് വ്രണപ്പെടൽ അല്പം കൂടുതലായിരുന്നു. ഇപ്പം ഇത്തിരി നിലവാരമുള്ളതിനാൽ കുറച്ച് കുറവുണ്ട്. അന്ന് അമ്മാതിരി വ്രണപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ ഈ നാടകം 1986 നിരോധിച്ചു. ഹൈക്കോടതി ആ നിരോധനം ശരിവെച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി ബോധം വന്നു. അവരുടെ കൂടി പിന്തുണ കൊണ്ട് തൃശ്ശൂരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വമ്പൻ പ്രക്ഷോഭം നടന്നു. 57 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1-ാം പ്രതി നാടകകൃത്തും സംവിധായകനുമായ ജോസ് ചിറമൽ, 2-ാം പ്രതി മറ്റൊരു നാടകക്കാരനായ KK രാജൻ, 3-ാം പ്രതി കറണ്ട് ജോണി എന്ന് വിളിക്കപ്പെടുന്ന ജോണി KJ. പിന്നീട് 1987 ഇലക്ഷൻ വന്നു, നായനാർ മുഖ്യമന്ത്രിയായി. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ഈ കേസ് പിൻവലിക്കണ്ടേ, നാടക നിരോധനം പിൻവലിക്കണ്ടേ? രണ്ടും ഉണ്ടായില്ല. നായനാർ ഭരിക്കുന്ന കാലത്ത് 4 കൊല്ലം ഈ കേസിൻ്റെ പിന്നാലെ നടന്നെന്ന് 3-ാം പ്രതിയായിരുന്ന കറണ്ട് ജോണി ഇപ്പോഴും പറയുന്നു. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റുകൾക്ക് അധികാരമുള്ള സ്ഥലത്ത് അവർ പാട്ടുപാടിയാൽ അറസ്റ്റ് ചെയ്യും. അവർക്ക് ഇഷ്ടമില്ലാത്ത പാട്ട് പാടിയാൽ, ഒരു നാടകം നിരോധിക്കപ്പെട്ടാൽ അവർക്ക് അധികാരമില്ലെങ്കിൽ അന്യായമായി തോന്നും, സമരം ചെയ്യും. എന്നാൽ ഭരണപക്ഷത്ത് വന്നാൽ ആ നിരോധനം പിൻവലിക്കില്ല. ഈ ജാതി ഡബിൾ എഞ്ചിനാണ് അവർ പ്രവർത്തിക്കുന്നത്. അതാണ് അവരുടെ പാരമ്പര്യം. ഈ പാരമ്പര്യം തന്നെയാണ് പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിലും കാണുന്നത്. ഒരു പുതുമയുമില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വാക്കിന് വില കൽപ്പിക്കാത്ത ഒരു പാർട്ടിയെ ഇവിടുത്തെ സാംസ്കാരിക ലോകം വലിയ പുരോഗമന പ്രസ്ഥാനമായി കൊട്ടിഘോഷിച്ചു നടക്കുന്നത്? അതിന് കാരണം മാർക്സിസം എന്ന ദർശനമാണ്. ആ താടിക്കാരനാണ്. ആ ദർശനത്തെ സമത്വത്തിൻ്റെയും മാനവികതയുടെയും ഉജ്ജ്വലമായ മാതൃകയായി ഉയർത്തിപ്പിടിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് പാർട്ടിയെ വലിയ പുരോഗമന പ്രസ്ഥാനമായി കൊട്ടിഘോഷിച്ച് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചെയ്യുന്ന ക്രൂരതകളും അനീതികളും ഒക്കെ അവർ കാണുന്നുണ്ട്. പക്ഷേ അവരെപ്പോൾ കരുതുന്നത് അത് ചില്ലറ വ്യക്തികളുടെ കുഴപ്പം കൊണ്ടാണ്. ഞങ്ങളുടെ മാർക്സിസം ഇങ്ങനെയല്ല, ചില ചെറിയ കുറുമ്പുകൾ, ചില വലിയ കുറുമ്പുകൾ, അതെല്ലാം തിരുത്തി മാർക്സിസത്തിന് മുന്നോട്ട് പോയേ പറ്റൂ. അതല്ലാതെ മറ്റൊരു മാനവിക വിമോചന മാർഗമില്ല. ഇതൊരു പ്രത്യേക സൈസ് മതബോധമാണ്. ഐസിസ്കാരനെ ഓടിച്ചിട്ട് പിടിച്ചാൽ അവനും ഇത് തന്നെ പറയും. ഇങ്ങനെയുള്ള മതബോധത്തിൽ പെട്ടുപോയവർ ഏതോ ബാധ കൂടിയവരെ പോലെ ഈ ലോകത്തെ നോക്കി കാണുകയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ പറയുന്നത് അയാളുടെ മതമാണ് യഥാർത്ഥ സമാധാന മതം എന്നാണ്. അതുപോലെ മാർക്സിസം മതം പോലെ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയെ ലോകത്തിലെ ഏക മാനവിക വിമോചന പ്രസ്ഥാനം എന്ന് നിരൂപിക്കുന്നു. ഈ 2 കൂട്ടരെയും ശ്രദ്ധിച്ചാൽ അറിയാം, 2 കൂട്ടർക്ക് ഈ ബാധ കയറിയത് ചെറുപ്പത്തിലാണ് എന്ന്. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരായി കാണപ്പെടുന്ന നേതാക്കൾ അധികവും കൗമാരകാലത്ത് SFI എന്ന മദ്രസയിൽ പരിശീലനം നേടിയവരാണ്. അവർ അവിടെ നിന്ന് കിട്ടിയത് പഠിച്ചു, അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചു, അതല്ലാത്തവരെ ശത്രുവായി കരുതി അങ്ങനെ ഒരു പ്രതിജ്ഞയും എടുത്തു. അവിടുത്തെ പഠനത്തിൽ എന്തെങ്കിലും സംശയം തോന്നി അന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തായിരിക്കും അന്ന് അവർക്ക് കിട്ടിയിരുന്ന ഉത്തരം? അത് ശ്രീനിവാസൻ സന്ദേശം സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. ഉത്തമ, നീ ശരിക്കും പാർട്ടി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കുമരപിള്ള സാറ് പാർട്ടിയുടെ ബുദ്ധിജീവിയാണ്, താത്വികാചാര്യനാണ്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ മതി. പാർട്ടിക്കുള്ളിൽ സ്വയം വിമർശനം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരുമിച്ചിരുന്ന് ബീഡി വലിക്കുന്നതും കട്ടൻ ചായ കുടിക്കുന്നതും. അതിനപ്പുറത്തേക്ക് കടന്നാൽ അച്ചടക്കം ഞങ്ങളത് പഠിപ്പിക്കും. സുഹൃത്തുക്കളെ,
ഇങ്ങനെ കളിയാക്കാൻ ഒരുപാടുണ്ടെങ്കിലും ജനാധിപത്യ വിരുദ്ധത ഏറെ ഉണ്ടെങ്കിലും സ്വജനപക്ഷപാതം അതിനേക്കാൾ ഏറെ ഉണ്ടെങ്കിലും ഹിന്ദുത്വ പ്രതിപക്ഷത്ത് വരുന്നതിനേക്കാൾ ഈ ഉള്ളവൻ ഇഷ്ടപ്പെടുന്നത് CPM-നെ തന്നെയാണ്. നമുക്കറിയാം ഇന്നിപ്പോൾ ഹിന്ദുത്വ ഇത്രയ്ക്കേ ഉള്ളൂ, അവരുടെ വളർച്ച പിറകോട്ടാണ് എന്നാണ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ അവസാന കണക്കുകൾ കിട്ടിയപ്പോൾ മനസ്സിലായത്. 15% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കിട്ടിയ വോട്ട് പോലും ഇത്തവണ ഹിന്ദുത്വയ്ക്ക് ഇല്ല. എന്നിട്ട് പോലും അവർ 10-12 ആളുകൾ ചേർന്നൊരു പാവം മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അവർക്ക് സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോൾ CPM തന്നെ പ്രതിപക്ഷത്ത് മതി എന്നല്ലാതെ നമ്മൾ എന്താണ് ആഗ്രഹിക്കുക? നന്ദി, നമസ്കാരം.